ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ രാവിലെ നമ്മൾ നാഗർകോവിലിൽ താമസ ഹോട്ടലിൻ്റെ ഭാഗത്തുനിന്ന് ഇറങ്ങുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ റോഡിൽ തിക്കും തിരക്കൊന്നുമില്ല. രാത്രി ഒരു 10 മണി അടുപ്പിച്ച് ഒരു 9 മണി കഴിഞ്ഞാലും തിരക്ക് കുറയും. ഇവിടുത്തെ പ്രത്യേകതയാണ് രാവിലെ പെട്ടെന്ന് എല്ലാവരും റോഡിലേക്കൊന്നും ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു. ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഹോട്ടലിൽ 24 hours. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഞങ്ങളിവിടെ ചെക്ക് ഇൻ ചെയ്തത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് 3 മണി വരെ ഹോട്ടലുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് ഇവിടുന്ന് വളരെ അടുത്താണ് ശുചീന്ദ്രത്തേക്കാണ് പോകുന്നത്, ക്ഷേത്രനഗരി. അപ്പോൾ അതിന് മുന്നേ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. ഇന്നലെ മിസ്സായ ഒരു ഹോട്ടലുണ്ട്, രാത്രി അവിടെ ഡിന്നർ കഴിക്കണം എന്നൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ക്ലോസ് ചെയ്യുന്നൊരു കടയാണ്. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങാൻ. അപ്പോൾ അങ്ങോട്ട് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റേറിയനാണ്, അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ രാവിലെ നാഗർകോവിലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ശുചീന്ദ്രം പോകുന്നു. ഓക്കെ, തുടങ്ങിയാൽ ഇന്നത്തെ യാത്ര. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഗർകോവിലിലെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ആ സൈഡിലൂടെയാണ്. ഇപ്പോൾ നോക്കിയേ, നാഗർകോവിൽ റോഡ് സൈഡൊക്കെ റോഡിലൂടെ പോകുമ്പോൾ ഈ വീതികളെല്ലാം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്ത് ശാന്തസുന്ദരമാണ്. പക്ഷേ ഒരു 9 അണ്ണാ ബസ് സ്റ്റാൻഡാണ്. ഒരു 9-10 മണിയാകുമ്പോൾ ഇവിടുത്തെ തിരക്ക് കാണാം. പിന്നെ വൈകുന്നേരം പറയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒരു ശാന്തമാകും ഒരു രാത്രി 9 o'clock ശേഷം. 10 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങും. ഇത് നോക്കിയാൽ കടകളൊന്നും തുറന്നിട്ടില്ല, ഇനി പതുക്കെ തുറന്ന് വരുള്ളൂ. മാത്രമല്ല ഇന്നൊരു സൺഡേയും കൂടിയാണ്. അപ്പം ഞായറാഴ്ച ദിവസം ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഓ, വളരെ കഷ്ടമായി പോയല്ലോ. ശ്രീ ഗണേഷ് അയ്യർ മെസ്. ഇതൊരു ചെറിയ വീട് പോലെയാണ് കേട്ടോ. എനിക്കിതൊട്ട് തുറന്നിട്ടില്ല. ദാറ്റ് മീൻസ് സൺഡേ അവർക്ക് ഹോളിഡേ ആണ്. ഒരു കുഞ്ഞു വീട് പോലെ, അഗ്രഹാര തെരുവിലെ ഒരു വീട് പോലെയാണ്. പിന്നെ ഇതൊരു നല്ല കടയാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം തീരുമ്പോൾ തീരും, ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ അങ്ങനെയൊക്കെയാണ് ഒരു രീതി. അപ്പോൾ ഇനി ഇവിടുന്ന് വഴി പറയാനാണെങ്കിൽ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ജസ്റ്റ് സ്ട്രെയിറ്റ് ഈ റോഡ് ഇവിടെ നിന്ന് നേരെ ചെന്ന് ആ ജംഗ്ഷൻ അവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തിരിയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം നാഗരാജ ക്ഷേത്രം എത്തും. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു മിസ്സായി കേട്ടോ. ശ്രീ ഗണേഷ് അയ്യർ മെസ്, വെരി സാഡ്. ഒരു വളവ് തിരിഞ്ഞ് കറങ്ങി വന്നപ്പോൾ മണിമേടയുടെ ഫ്രണ്ടിലെത്തി. ഇതൊക്കെ ഒരു സർക്കിൾ പോലെയാണ് കേട്ടോ. മണിമേട ഈസ് എ സെൻറ്റർ പോയിൻറ്റ്. ഇതിൻ്റെ ഭാഗത്തുനിന്ന് 1, 2, 3, 4 വഴികൾ ഇങ്ങനെ പോകണു. ആ വഴികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക്. അങ്ങനെയാണ്, എല്ലാം വൺ വേയുമാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തെത്തി. കറങ്ങി അണ്ണാ ബസ് സ്റ്റാൻഡ്. അത് കൊള്ളാം കേട്ടോ, ഇവിടുത്തെ സിസ്റ്റം കംപ്ലീറ്റ് എല്ലാം വൺ വേ ആയതുകൊണ്ട് ഒരേ കറക്കം, ഒരേ സ്ഥലം. അണ്ണാ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും എത്തി. ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റോപ്പല്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടാറാണ്. ഒരു 1 കിലോമീറ്റർ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും നമ്മുടെ മണിമേട അല്ലെങ്കിൽ ക്ലോക്ക് ടവറിൻ്റെ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 1 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കോട്ടാറെത്തി. കോട്ടാറാണ് ഹോൾസെയിൽ മാർക്കറ്റൊക്കെ ഉള്ളത്. നമ്മൾ പാത്രം വാങ്ങാൻ വന്ന ഏരിയയാണ്. തിരുനെൽവേലിയൊക്കെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോയാൽ തിരുനെൽവേലി, കൊളച്ചൽ അങ്ങനെ പോകും. കോട്ടാർ ജംഗ്ഷൻ പോയിൻറ്റ്, നാഗർകോവിൽ. അപ്പോൾ ഈ കോട്ടാർ എന്ന് പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഹോൾസെയിൽ മാർക്കറ്റ്. പ്രൊവിഷൻസൊക്കെ വാങ്ങാനും പാത്രങ്ങൾ വാങ്ങാനും എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. അരി ഹോൾസെയിൽ, പ്രൊവിഷൻസ്, ചായ ഹോൾസെയിൽ എല്ലാം. നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കല്യാണ ആവശ്യങ്ങൾക്കെല്ലാം, അതുപോലെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ അങ്ങനെയുള്ളവരെല്ലാം പണ്ടൊക്കെ കോട്ടാർ വന്നാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഹോൾസെയിലായിട്ട്. ഞാനും പണ്ട് കേറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് ഇവിടെ വന്നിട്ട് പ്രൊവിഷനൊക്കെ എടുത്തിട്ട് പോകുമായിരുന്നു, കല്യാണ ആവശ്യങ്ങൾക്ക്, കല്യാണ കേറ്ററിങ്. ഇപ്പം അങ്ങനെ വരുന്ന പതിവില്ല, അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ ശുചീന്ദ്രം എത്തിക്കഴിഞ്ഞു.
ഹാർഡ്ലി 10 മിനിറ്റ്സ് 15 മിനിറ്റിനകത്തേ എടുത്തിട്ടുള്ളൂ. സ്ഥാണുമലയൻ ക്ഷേത്രം, അതാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നത്. എൻ്റെ മെയിൻ എൻട്രൻസ് ആർച്ചിൻ്റെ അകത്തുകൂടി അകത്തേക്ക് കയറും. ഇത് സ്ഥാണു എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ, മാൽ വിഷ്ണു ആൻഡ് ആയം ബ്രഹ്മ, ഇത് 3 ദൈവങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് എൻട്രൻസ് ടവർ കാണാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ. അത് വളരെ മെജസ്റ്റിക്കാണ് കേട്ടോ. ഏതാണ്ട് 134 അടി ഹൈറ്റിലാണ് മെയിൻ എൻട്രൻസ് ടവർ കാണുന്നത്, ഗോപുരം. ആ ടവറിൻ്റെ മുകളിൽ ആ ഫേസ് ഓഫ് ദ ടവർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്കൾപ്ചേഴ്സും സ്റ്റാച്യൂസും ഹിന്ദു സ്ക്രിപ്ചേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു തെപ്പാക്കുളമുണ്ട്. അതായത് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ക്ഷേത്രത്തിൻ്റെ ഒരു ഹോളി ടാങ്കാണ് ക്ഷേത്രക്കുളം. വളരെ ഗംഭീരമാണ് ശുചീന്ദ്രൻ. അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം ആ ഒരു വഴിയിൽ കംപ്ലീറ്റ് 2 സൈഡിലും കടകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ 2 എൻട്രൻസ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു വരാനുള്ള ഒരു ഭാഗമുണ്ട്. നമ്മുടെ എൻട്രൻസ് ടവർ ഓഫ് ദ ടെമ്പിൾ വിസിബിളായി തുടങ്ങി. കുറച്ച് ദൂരെ നിന്ന് നമുക്ക് കാണാം. മെജസ്റ്റിക്കായിട്ട് ഇങ്ങനെ 134 അടി പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ് സ്കൾപ്ചേഴ്സ് ആൻഡ് സ്റ്റാച്യൂസ്, ഹിന്ദു സ്ക്രിപ്ചേഴ്സിലുള്ള കഥകളൊക്കെ അതിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്തു കൂടിയാണ് നമ്മൾ ഒരു കാർവ്ഡ് ഡോറുണ്ട്. അതിനകത്തുകൂടി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു കോറിഡോറും മറ്റു കാര്യങ്ങളും ഒക്കെ വരും. മണ്ഡപങ്ങൾ, അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. നല്ല കാറ്റ്. ആക്ച്വലി പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഗോപുരം കണ്ട് പോവാം. നടക്കാൻ തുടങ്ങി കാറ്റെന്നെ പറത്തിക്കൊണ്ട് പോകുന്നു. വെയിലായി, പക്ഷേ എങ്കിലും ഇപ്പോൾ സമയം ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആദ്യം നടക്കുമ്പോൾ നേരെ കാണുന്നത് ഒരു മണ്ഡപം. ആ മണ്ഡപത്തിനകത്തുകൂടി പോകുമ്പോൾ ഗോപുരം കാണാം. കോറിഡോറിലൂടെ കടന്ന് പോകാം. 2 സൈഡിലും അഗ്രഹാര വീടുകളാണ്. നോക്കൂ, എന്ത് ഭംഗിയല്ലേ ഗോപുരം കണ്ടുകൊണ്ടിങ്ങനെ നടന്നു പോകാം. ഈ മണ്ഡപത്തിനകത്തൂടെയാണ് നടക്കുന്നത്. ഇവിടെ സത്യമായി ഇവിടെ നിന്ന് എത്ര കണ്ടാലും മതിയാവുന്നില്ല ഈ ഗോപുരം. അത് ഭയങ്കര രസമുണ്ട്. ഇതിനകത്തോട്ട് ഭയങ്കര സ്കൾപ്ചേഴ്സാണ് കേട്ടോ. കംപ്ലീറ്റ് ഈ ഹിന്ദു മിത്തോളജിയുടെ ക്യാരക്ടേഴ്സിനൊക്കെയാണ് കുത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് എനിക്ക് തോന്നുന്നത്. കുംഭങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റവും മുകളിൽ കുംഭം, പിന്നെ അതുപോലെ 2 സൈഡിലായിട്ട് തേർവിളക്ക്, അതായത് ഈ രഥോത്സവം ത്തിനൊക്കെ ഉപയോഗിക്കുന്ന രഥങ്ങൾ, അത് 2 സൈഡിലും കൂട്ടിനകത്താണ്, അതായത് ഷെഡിനകത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഉണ്ട്. സ്ഥാണുമലയൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതായത് ഹിന്ദു മതത്തിലെ ശൈവ വൈഷ്ണവ 2 വിഭാഗക്കാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. സ്ഥാണുമലയ എന്ന പേര് ത്രിമൂർത്തിയാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാണു എന്നാൽ മഹേശ്വരൻ, മാൽ എന്നാൽ വിഷ്ണു, അയൻ എന്നാൽ ബ്രഹ്മാവ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സ്ഥാണുമലയൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ എല്ലാം ബ്രഹ്മാവ്, വിഷ്ണു, ശിവഭഗവാൻ, മഹേശ്വരൻ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വൈഷ്ണവ ഭക്തർക്കും ശിവഭക്തർക്കും ഒന്നുപോലെ പ്രധാനപ്പെട്ട 3 ദൈവങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ക്ഷേത്രമാണ് ഇവിടുത്തെ ശുചീന്ദ്രത്തെ സ്ഥാണുമല ടെമ്പിൾ. അപ്പോൾ ഹനുമാരസ്വാമിയാണ് ഇവിടുത്തെ വലിയൊരു പ്രതിഷ്ഠയുണ്ട്. അകത്ത് ശിവലിംഗമുണ്ട്, വിഷ്ണു ഭഗവാൻ എല്ലാം ഉണ്ട്. അപ്പോൾ അകത്തേക്ക് പോകാം, പ്രധാന ഗോപുരം കടന്നു പോകാം. കേരളത്തിലെ ഹിന്ദു സംസ്കാരം ആരാധിക്കുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ വൈഷ്ണവ പാരമ്പര്യങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഒന്നിതാണ്. കന്യാകുമാരി ജില്ലയിലാണിത്. തിരുവിതാംകൂറിൽ നിന്നും മാറിപ്പോയപ്പോൾ ഈ ക്ഷേത്രവും തമിഴ്നാട്ടിലേക്ക് പോയി. അതിനു മുന്നേ ഇതെല്ലാം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു, കന്യാകുമാരി ജില്ലയും ശുചീന്ദ്രം ക്ഷേത്രവും ഒക്കെ. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു ഏരിയയിലാണ് ഈ ക്ഷേത്ര സമുച്ചയമുള്ളത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന 2 പ്രധാന കവാടങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് 11 നിലകളുള്ള 44 മീറ്റർ 144 അടി ഉയരമുള്ള കിഴക്കൻ ഗോപുരം. അത് ഏറ്റവും ഉയരം കൂടിയത്. അകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളും അകത്തുണ്ട്, ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഹനുമാരസ്വാമിയുടെ ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അകത്ത് വലിയൊരു പ്രതിമയുണ്ട്. രാവിലെ 5:30 തുറക്കുന്നത്. രാത്രി 9 മണി വരെ
പല സമയങ്ങളിലായിട്ട് 6 ദൈനംദിന ആചാരങ്ങൾ, പൂജകൾ, അതൊക്കെയാണ് ആചാരപ്രകാരമുള്ള പൂജകളുണ്ട്. മാർഗഴി മാസത്തെ ഉത്സവമാണ്, മാർഗഴിയിലെ ഉത്സവമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഈ കാണുന്ന കൊത്തുപണികളെല്ലാം തന്നെ 9-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് തിരുമല നായ്ക്കറും തിരുവിതാംകൂറിലെ മഹാരാജാവും ഒക്കെയാണ് വീണ്ടും വിപുലമായ നവീകരണ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. സ്ഥലപുരാണത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ശുചീന്ദ്രം എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. ദേവരാജാവായ ഇന്ദ്രഭഗവാൻ ക്ഷേത്രത്തിലെ പ്രധാന ലിംഗത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് ശാപമോക്ഷം ലഭിച്ചതായിട്ടാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ശുചീന്ദ്രത്തിലെ ശുചി എന്ന പദം ശുദ്ധീകരിക്കുക എന്നർത്ഥമുള്ള സംസ്കൃത അർത്ഥത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതനുസരിച്ചാണെങ്കിൽ ഇന്ദ്രൻ എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ അർദ്ധജാമ പൂജ അല്ലെങ്കിൽ ആരാധന നടത്തുന്നതിനായി ക്ഷേത്രം സന്ദർശിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് അത്രി മുനിയും ഭാര്യ അനസൂയയും ജ്ഞാനരിയിൽ താമസിച്ചു. അനസൂയ തൻ്റെ ഭർത്താവിനോട് വളരെയധികം ഭക്തയായിരുന്നു. ഭയങ്കര പാതിവൃത്യത്തിന് പേര് കേട്ട ആളാണ് അനസൂയ. ഹിന്ദു മതത്തിലെ ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവഭഗവാൻ എന്നിവർ അനസൂയയുടെ പാതിവൃത്യം അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള ഭക്തി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്, അത് ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു മാജിക് പോലെ, എന്താ പറയുക, അവരുടെ ദിവ്യപ്രവൃത്തിയിലൂടെ ബ്രാഹ്മണ ഭിക്ഷുക്കളായിട്ട് മുനിയുടെ ആശ്രമത്തിലെത്തുന്നു. അനസൂയ അവരെ വളരെ ശ്രദ്ധാപൂർവം, അത് വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ ഈ മുനികളെ സ്വീകരിക്കുന്നു. എന്നാൽ ഈ വന്ന ബ്രാഹ്മണ മുനികൾ ഒരു നിബന്ധന അനസൂയയുടെ മുന്നിൽ വയ്ക്കുന്നു. അതായത് അവരുടെ ആതിഥ്യം സ്വീകരിക്കണമെങ്കിൽ അനസൂയ നഗ്നയായി പുറത്തു വരണം എന്നൊരു വ്യവസ്ഥ വയ്ക്കുന്നു. അനസൂയയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ അവർ മൂവരെയും ചെറിയ കുട്ടികളാക്കി മാറ്റി. എന്നിട്ട് അതായത് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവഭഗവാനെയും ചെറിയ കുട്ടികളുടെ രൂപത്തിലേക്ക് മാറ്റുന്നു. മുലപ്പാൽ നൽകി അവരെ സേവിക്കുന്നു. അങ്ങനെ കൊച്ചു കുട്ടികളുടെ രൂപത്തിലേക്ക് മാറിയ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായി ഈ ത്രിമൂർത്തികളുടെ ഭാര്യമാരായ പാർവതീ ദേവിയും ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും അനസൂയയുടെ മുന്നിൽ യാചിക്കുകയും അനസൂയ ഉടനെ തന്നെ കുട്ടികളെ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയ ത്രിമൂർത്തികൾ ഈ ഭക്തയെ അനുഗ്രഹിക്കുകയും അങ്ങനെ ഈ 3 ത്രിമൂർത്തികളും 3 ലിംഗങ്ങളുടെ രൂപത്തിൽ ഉയർന്നു വരുന്നു. ആ ദമ്പതികൾ ത്രിമൂർത്തികളെ ആരാധിച്ച സ്ഥലമാണ് ഈ ക്ഷേത്രമായതെന്നാണ് ഐതിഹ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്നത്. ഇതാണ് പ്രധാന പ്രതിഷ്ഠ. 3 തലയാണ് കണ്ടോ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. മ്യൂസിക്കൽ ഇതെല്ലാം ഒത്ത കല്യാണം 10 തൂണുണ്ട്. അകത്തെ ഹോളുണ്ട്, എല്ലാ സ്റ്റോറുണ്ട്. ഇതിലെവിടെ ശബ്ദം കേൾക്കും? നമ്മുടെ കാതാ. സപ്തസ്വരങ്ങൾ കേൾക്കുന്ന പില്ലർ, ഒറ്റക്കല്ല്. മനസ്സിലായി. കളർ ഉണ്ടല്ലേ, പണ്ടുള്ള കളറാണ്. നാച്ചുറൽ ഡൈസ് അല്ലേ, വെജിറ്റബിൾ ഭസ്മം 3 കൂടി മിക്സ് ചെയ്ത് അപ്പോൾ കളർ വരും അല്ലേ. കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയും തമിഴ് ശൈലിയിലുള്ള വാസ്തുവിദ്യയും കൂടി ചേർന്ന് വരുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളാണ് കന്യാകുമാരി ജില്ലയിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശുചീന്ദ്രത്തെ ഈ ക്ഷേത്രം. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നവരാത്രി മണ്ഡപത്തിന് കേരള ക്ഷേത്രങ്ങളുടെ ഒരു സാധാരണ തടി ഘടനയുണ്ട്. പിന്നെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കല്ലിൽ കൊത്തിയെടുത്ത മികച്ച ഒരു നിർമ്മാണ നിലവാരമാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. അതിന് വളരെ പ്രസിദ്ധമാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത് 4 സംഗീത തൂണുകളുണ്ട് അകത്തെ മണ്ഡപത്തിൽ. അതിലിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് തട്ടുകയാണെങ്കിൽ വിവിധ സംഗീതങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നൃത്തശാല എന്നറിയപ്പെടുന്ന പ്രദേശത്ത് കൊത്തുപണികളുള്ള 1035 തൂണുകൾ വേറെയുണ്ട്. ഒരു വലിയൊരു ആഞ്ജനേയ, അതായത് ഹനുമാൻ സ്വാമിയുടെ പ്രതിമയുണ്ട്. 22 അടി ഹൈറ്റാണത്. ഒറ്റ ഗ്രാനൈറ്റ് കട്ടയിലാണ് അത് കൊത്തിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിൽ ഒന്നാണിത്. 1740-ലാണ് ഈ പ്രതിമ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത്. ഈ തൂണുകളെല്ലാം ഒറ്റ ലൈനിലാണ് കണ്ടോ, ഓൾ ദ പില്ലേഴ്സ്. അങ്ങനെ പാവിളക്ക്, അഷ്ടലക്ഷ്മി പോലെ വിളക്ക് ഏന്തി നിൽക്കുന്ന ലക്ഷ്മികളാണ് എല്ലാ തൂണിലും. തിരുവിതാംകൂറിൻ്റെ കീഴിലായിരുന്ന സമയത്തൊക്കെ ഇവിടെ വിളക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇലക്ട്രിസിറ്റി അതൊന്നുമില്ല. ഇത് നോക്കി ഞാൻ ഹനുമാൻ സ്വാമിക്കുള്ള വലിയ
വെറ്റിലമാലയാണ് വാങ്ങിയത്. ഇത് 800 റുപ്പീസാണ്. വലിയ ഫുൾ ബോഡി നിറഞ്ഞ് കിടക്കുന്നത്. ഹാഫ് സൈസ് ആണെങ്കിൽ 400. ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു പോകും. അത് വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇത് വന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ കേരള തമിഴ്നാട് ഒരു ബ്ലെൻഡാണ്. അകത്തെ നമ്പൂതിരിമാരാണ് അകത്തെ പൂജാരികൾ, കേരളത്തിലെ നമ്പൂതിരിമാർ. മാനേജേഴ്സൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. വളരെ പഴക്കം തന്നെ 9-ാം നൂറ്റാണ്ട് തൊട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഒറ്റക്കല്ലിലാണ് പല കാര്യങ്ങളും കൊത്തിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് കണ്ട് നമ്മൾ അതിശയിക്കും, ഭയങ്കരമായിട്ട് അതിശയിക്കും. ഒറ്റക്കല്ല് ഒരു ഗ്രാനൈറ്റിലൊക്കെ കൊത്തിയെടുത്ത പല പല ശില്പങ്ങളുണ്ട്. ഒറ്റ പില്ലറിലുള്ള നാദസ്വരത്തിൻ്റെ എന്താ പറയുക, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് കേൾക്കുന്ന പില്ലേഴ്സ്. ബ്യൂട്ടിഫുള്ളാണ്. കാണേണ്ട ഒരു സ്ഥലമാണ്. വന്നിരിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ പ്രധാന ഡയറ്റ് എന്ന് പറഞ്ഞാൽ 3 പേരും കൂടി ചേർന്ന് വരുന്നതാണ്. സ്ഥാണുമലയ ടെമ്പിൾ എന്നല്ല പറഞ്ഞത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേഷ 3 തലകളുള്ളൊരു വിഗ്രഹമാണ്. പിന്നെ ഇത് കൂടാണ്ട് ഒരുപാട് പ്രത്യേകത മൂലസ്ഥാനമുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ ഹനുമാൻ സ്റ്റാച്യു, അവിടെ വെറ്റിലമാല, മുഴുക്കാപ്പ്, ഇതൊക്കെ വളരെ വിശേഷപ്പെട്ട നേർച്ചകളാണ്. നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് വന്ന് അത് ചെയ്താലും മതിയാകും. പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഹോളി, ഒരു ഓസ്പീഷ്യസ് ഒരു സ്ഥലം തന്നെയാണ്. രാവിലെ 5 മണിക്ക് ഇവിടെ കുറച്ച് ഏർലി ആയിട്ട് തുറക്കും. വെയിലൊക്കെ ആവുന്നതിന് പോകുന്ന ഗംഭീരമാണ്. ഇനി വെളിയിലേക്ക് ഇറങ്ങിയ തെപ്പാക്കുളം ഭാഗത്തൊക്കെ നമുക്ക് നടക്കാം. കാണേണ്ട സ്ഥലമാണ്. കുറച്ച് പ്രസാദമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. എന്താ പറയണ്ടേ, ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചെരുപ്പ് ഊരി ഇട്ടിട്ടാണല്ലോ കയറിയത്. അപ്പോൾ ചെരുപ്പെല്ലാം എടുത്തു. ഇനി നമ്മൾ തെപ്പാക്കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടുത്തെ ഹനുമാനസ്വാമി എന്ന് പറഞ്ഞാൽ ലങ്കാദഹനം കഴിഞ്ഞ ആ ഒരു മൂഡിലാണ്. അതായത് വാലിങ്ങനെ മേളിലോട്ട് വന്ന് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഭയങ്കര ചൂട്, അത് ശമിപ്പിക്കാനാണ് വെണ്ണ കൊണ്ടുള്ള മുഴുക്കാപ്പ്, വെറ്റില മാല എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിപാട് വരുന്നത്. ഇതിൻ്റെ ഏത് സൈഡിൽ നിന്നാലും നമുക്ക് പോകാൻ തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചയാണ്. ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കൊത്തുപണികളാണ് കേട്ടോ. ഈ സ്കൾപ്ചർ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിലിംഗ് ആണ്. അവരുടെ ഈ അകത്ത് ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ ഞാൻ ഒരുപാട് കണ്ടു. അതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓർണമെൻറ്റ്സ് ഇട്ടൊക്കെയാണെങ്കിൽ ആ ഓർണമെൻറ്റ്സ് ദേഹത്ത് ടച്ച് ചെയ്യാണ്ട് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ കിടക്കും അതുപോലെയാണ്. ഈവൻ ഫിംഗേഴ്സ് ആണെങ്കിലും എല്ലാം ഇൻട്രിക്കേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ക്രാഫ്റ്റ്സ്മാൻസ്, ആർട്ടിസൻസ്, ഇവരുടെയൊക്കെ സ്കൾപ്ചേഴ്സിനൊക്കെ എന്താ പറയേണ്ട, ഹാറ്റ്സ് ഓഫ് ടു ദം. ആ കാലഘട്ടത്തിൽ ഇത്രയും കഴിവുള്ള ആൾക്കാർ. പിന്നെ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരികളായിരുന്നു ആ കാലത്തെല്ലാം ഉണ്ടായിരുന്നത്. ഇത് ചോള, ചേര, പാണ്ഡ്യ കാലഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു വന്നൊരു ക്ഷേത്രമാണ്. പിന്നെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെയും അധീനതയിലായിരുന്നു. ഈ പ്രദേശമെല്ലാം തിരുവിതാംകൂറിൻ്റെ ഭാഗമായി മാറിയിരുന്ന സ്ഥലമാണ്. പിൽക്കാലത്താണല്ലോ തമിഴ്നാട്ടിലേക്ക് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത്, കന്യാകുമാരി ജില്ലയെല്ലാം. ഈ സ്ഥലത്ത് ഉള്ള ഭക്ഷണശാലകളൊന്നും കയറാണ്ടിരിക്കാറുണ്ടല്ല. കാരണം ക്ഷേത്രത്തിൻ്റെ ചുറ്റോടുള്ളൊക്കെ വളരെ കമേഴ്ഷ്യലായിട്ടുള്ള സാധാരണ ഒരുപാട് ഷോപ്സ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കന്യാകുമാരി റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണശാലകൾ കാണാം എന്നാണ് പറയുന്നത്. രഥോത്സവമൊക്കെ ജനുവരി 2-ാം തീയതി ആ സമയത്താണ് പറഞ്ഞത്. സൈഡിലൂടെ നടക്കുന്നു. നല്ല കാറ്റുണ്ട്, വെയിലുണ്ടെങ്കിൽ. ഇതേ നോക്കി, സോ ബ്യൂട്ടിഫുൾ. നേരെ കാണുന്നു. ഇഷ്ടമല്ല ഫോട്ടോസ് എടുക്കാനും പറ്റും ഇവിടെയെല്ലാം വന്നാൽ. ഇത് വലിയ ബ്യൂട്ടിഫുള്ളൊരു ഹോളി ടാങ്കാണ് ശുചീന്ദ്രത്തെ ഈ ഒരു തെപ്പാക്കുളം. നമ്മളൊരു ബീച്ച് സൈഡിലൊക്കെ പോയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ ഇരിക്കുമ്പോൾ. കാര്യം അത്രയും കാറ്റാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. അതേ നോക്കി ബസ്സുകൾ, ടൂറിസ്റ്റുകൾ വരുന്നു, ബഹളമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെ നിന്നൊക്കെ അറിയാൻ വരുന്നത്, നോർത്ത് ഇന്ത്യൻസും മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ. പിന്നെ ഇതേ കണ്ടില്ലേ, ബ്ലോക്കാണ്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ
വളരെ അടുത്തല്ലേ ശരിക്കും. തമിഴ്നാട് നാഗർകോവിൽ വന്നാൽ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് മതി ഇവിടെ എത്താൻ. അത്ര അടുത്താണ് കിടക്കുന്നത്, 15 കിലോമീറ്ററിനകത്താണ്. തെപ്പാക്കുളത്തിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇച്ചിരി ഷെയ്ഡുണ്ട് കേട്ടോ. കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചത്. വെണ്ണ നമ്മൾ കുറച്ച് നേർച്ച ചെയ്തിരുന്നു ഹനുമാൻ സ്വാമിക്ക്. ആ വാലിൻ്റെ അവിടെ വെണ്ണ വെച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ക്രോധം തണുപ്പിക്കാൻ. അതുണ്ട്. അപ്പോൾ അത് കുറച്ച് നമുക്ക് തരും. പിന്നെ അകത്തുനിന്ന് മേടിച്ച പ്രസാദം കഴിക്കാനുള്ളത് മാലാടും ഉണ്ട്. പിന്നെ മുറുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേൻ കുഴൽ മുറുക്ക്, പിന്നെ ഒരു അതിരസം ലഡ്ഡു, ആൻഡ് പിന്നെ ഹനുമാൻ സ്വാമിയുടെ വട എന്ന് പറയുന്ന ഇവർ തട്ടവടയാണ്. തട്ടവട നമ്മൾ തട്ട എന്ന് പറയുന്ന സംഭവം തന്നെയാണ് തട്ടവട. ഇവിടെ നല്ല തടലുണ്ട്. ഈ വെള്ളത്തിൻ്റെ ടെമ്പിൾ പോണ്ടിൻ്റെ ആ ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിക്കാൻ വരും. കുളിക്കടവുകളാണ്, ഓരോ പടവുകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇച്ചിരി പ്രസാദം കഴിക്കാം അല്ലേ. ഇതേ ഗോപുരം ഇവിടെ നോക്കിയാൽ കാണാം. സൈഡായിട്ടുള്ളൊരു പോസ്റ്റർ, ആ സൈഡ് പിക്ചറാണ് കിട്ടുന്നത്. ദിസ് ഇസ് ദി ഹനുമാൻ സ്വാമിയുടെ തട്ടേ വട. നല്ല ഹാർഡാണ്. അതങ്ങനെ പൊട്ടിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. അവിടുത്തെ പ്രസാദമാണല്ലോ. സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, ബട്ട് നോട്ട് വെരി ഹാർഡ്. അതിരസം ഉഴുന്നുവടയുടെ ഷേപ്പാണെന്ന് മാത്രം. ഇതാ ഇന്ന് രാവിലത്തെ ആദ്യത്തെ ഭക്ഷണം. ഇതൊരു പാക്കേജ് പോലെയാണ്, 3 കൂടി ചേർന്ന് എല്ലാം കൂടി 300 രൂപയാണ്. പിന്നെ ലഡ്ഡു. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നത് പ്രസാദമായിട്ട്. മാലാഡു നമ്മുടെ നല്ല ഹാർഡായിട്ട് ഉരുട്ടി വെച്ചിരിക്കുവാണ് മാലാഡു. നമ്മുടെ പൊരികടലപ്പൊടി നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വ്ളോഗ്സിൽ. മാലാഡു മേക്കിംഗ് എല്ലാം വെരി സോഫ്റ്റ്. നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ ഒരുപാട് ടെമ്പിൾ ടൂറിസം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ടല്ലോ. ടൂറിസ്റ്റ് അതായത് തീർത്ഥാടന യാത്ര എന്ന് തന്നെ ഞാൻ പറയാം. പുണ്യസ്ഥലങ്ങളിൽ ഫോർ എക്സാമ്പിൾ കുംഭകോണം, ട്രിച്ചി, തഞ്ചാവൂർ. അപ്പോൾ അതൊക്കെ ഇച്ചിരി കൂടെ ദൂരമാണ് നമുക്ക് ട്രിവാൻഡ്രംകാർക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്. പക്ഷേ ഇവിടെ വരാൻ ഒരു പാടുമില്ല. നാഗർകോവിലിൽ വന്നാൽ 15 കിലോമീറ്ററേ ഉള്ളൂ ശുചീന്ദ്രം. മാസത്തിലൊരു തവണ വെച്ച് വേണമെങ്കിലും വരാം. നമുക്ക് ഭയങ്കര ഒരു ഹോളി ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. സോ നൈസ്. രാവിലെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ മതി. ഒരു ഹാഫ് ഡേ തന്നെ ധാരാളം, തിരിച്ചു പോകാനും കൂടി ചേർത്തിട്ട്. എന്നാലും രസകരമായ ഒരു അനുഭവമായിരിക്കും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവലാതികൾ, നമ്മുടെ വിഷമങ്ങൾ. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്നല്ലേ പറയാറ്. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആരോടും സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് ദൈവവിശ്വാസം കൂടുന്നത്. അതൊരു നമ്മുടെ ഒരു എന്താ പറയുക സങ്കല്പമായിരിക്കാം. എത്തിസ്റ്റുകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, ദൈവവിശ്വാസികളെക്കുറിച്ചാണെങ്കിൽ നമ്മുടെ ഇതൊരു കോൺസെപ്റ്റാണ്. ദൈവം എന്ന് പറയുമ്പോൾ ഏത് മതം എന്നുള്ളതല്ല, എല്ലാ മതത്തിലെ ദൈവങ്ങൾക്കും ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ മനസ്സിലൊരു തോട്ടാണത്. നമുക്കൊരു അത്താണി, നമുക്കൊരു സപ്പോർട്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ ഒരാൾ, അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഒരു പോസിറ്റീവ് പ്ലേസാണ്. ടെമ്പിൾസ് എല്ലാം തന്നെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് പണിതിരിക്കുന്നത്, പഴയ രാജാക്കന്മാരെല്ലാം തന്നെ. അപ്പോൾ ഇറ്റ്സ് ഒരു മൂലസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് വലിയ ക്ഷേത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു ശക്തി പ്ലേസ് ഉണ്ടാകും. അവിടെയാണ് പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൂലസ്ഥാനമാണെങ്കിൽ അതിന് ചുറ്റും ഭയങ്കര ഒരു പോസിറ്റീവ് ഓറയുള്ള സ്ഥലങ്ങളാണ്. അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കും ഒരുപാട് പോസിറ്റിവിറ്റി കിട്ടും. നമ്മുടെ മനസ്സിന് കുറേ കൂടി ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു സമാധാനമാണ്, ഒരു
ടെമ്പിൾ വിസിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ കാലൊക്കെ ഒന്ന് നനച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇവിടുന്ന് അടുത്താണ് കന്യാകുമാരി, വളരെ അടുത്താണ്. പക്ഷേ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വിട്ടിട്ടില്ല. അതുകൊണ്ട് തിരിച്ചൊരു 10-15 മിനിറ്റ് മതി ആ ഹോട്ടലിൻ്റെ അവിടെ എത്താൻ. നാഗർകോവിലാണല്ലോ. അവിടെ പോയി ഡ്രസ്സ് മാറിയിട്ടേ കന്യാകുമാരിയിലേക്ക് പോവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടാണ്. അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് പക്ഷേ ഇവിടുന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന റൂട്ടാണ്. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് തിരിച്ച് നാഗർകോവിലേക്ക് പോകാം. സൺഡേ ആയതുകൊണ്ടാണ് നാഗർകോവിലെ പ്രധാന കട നമ്മൾ ആഗ്രഹിച്ച പോലെ അവിടെ പോയി കഴിക്കാൻ പറ്റാത്തത്. തെപ്പാക്കുളത്തിൻ്റെ പടിക്കെട്ടുകളുടെ അവിടെ ഇരിക്കുമായിരുന്നു എത്ര നേരം. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, ദേവി ക്ഷേത്രമാണ്. നമുക്ക് അവിടെ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. കാർ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കയറിപ്പോൾ ശുചീന്ദ്രം മസ്റ്റ് വിസിറ്റ് പ്ലീസ്. വളരെ പോസിറ്റീവുള്ളൊരു സ്ഥലമാണ്, പോസിറ്റിവിറ്റി. നിങ്ങളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് രസമാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർ ഫോട്ടോ ആണ് മെയിൻ, നല്ല ഫോട്ടോ സ്പോട്ടും കൂടിയാണ്. റീൽസ്, ഫോട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ കുട്ടികൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ. പക്ഷെ അല്ലാണ്ട് ഒരു പോസിറ്റീവ് ഫീലിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും അങ്ങനത്തെ ഒരു ഫീലിങ്ങിന് വരാനും നല്ലൊരു ക്ഷേത്രമാണ്. പ്രസാദം കുറച്ചൊക്കെ കഴിച്ചു, എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഒരു നൊങ്ക് കരിക്കെല്ലാം വിൽക്കുന്ന ചെറിയൊരു വഴിയോര കാഴ്ചകൾ. ഇതുവഴി പോകുന്ന ആൾക്കാരെല്ലാം ചൂട് സമയത്താണെങ്കിൽ നൊങ്ക് തമിഴ്നാട്ടിൽ വളരെ ഫേമസാണ്. പക്ഷേ എപ്പോഴും കിട്ടുന്നൊരു കാര്യമാണ്. ഇവിടെ ഇഷ്ടംപോലെ പനയുണ്ടല്ലോ, ഒക്കെ വെട്ടി ആൾക്കാർ കുടിച്ച നൊങ്കിൻ്റെ എല്ലാം തൊണ്ടുകൾ, കരിക്കിൻ്റെ തൊണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് ഇവിടെ തെങ്ങിനൊരു കുറവില്ല. അത് കന്യാകുമാരി ഡിസ്ട്രിക്ട് ഇസ് ആസ് ഗുഡ് ആസ് അതേ ഒരു ടോപ്പോഗ്രാഫിയാണ് കേരളത്തിൻ്റെ. പല സൈസിലുള്ള കരിക്ക് ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. നൊങ്ക് പല ടൈപ്പ്. ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ാണ് ഇവിടുത്തെ നൊങ്ക് സർബത്ത്. ആക്ച്വലി സർബത്തോടെ ഒഴിക്കാണ്ട് കഴിക്കുന്നതാണ് നല്ലത്. കുറച്ച് ടു സ്വീറ്റാണ്. ഇവിടെ നല്ല ഷെയ്ഡ്, സുഖം ഷെഡിനകത്തിരിക്കാൻ. പുറത്തോട്ട് പോയാൽ റോഡിങ്ങനെ ഹൈവേ പോലെ. ഇത് കന്യാകുമാരി റൂട്ടാണ്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ശുചീന്ദ്രം ടു കന്യാകുമാരി റോഡ് സൈഡിലൊരു ഷെഡ് പോലെ. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി അടുപ്പിച്ച സമയമായി. അതുകൊണ്ട് ഒരു സ്ഥലത്തും ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, എന്നാൽ ലഞ്ചും ആയിട്ടില്ല. പലയിടത്തും വന്നിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് കന്യാകുമാരി റൂട്ടിലേക്ക് കുറച്ചൊന്ന് ശുചീന്ദ്രത്തിൽ നിന്ന് 2-3 കിലോമീറ്റർ വന്നപ്പോൾ ഒരു കട കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ദോശയുണ്ടെന്ന് ഇപ്പോൾ ദോശ കഴിക്കും. ആ പോലെ സ്മോൾ ഡോഗ്. ഒരു ചെറിയ കടയാണ് കേട്ടോ, റോഡ് സൈഡിൽ കണ്ടാണ്. എന്താ കടയ്ക്ക്? കൽദോശയാ? ഓക്കെ, കൽദോശ മാത്രമേ ഉള്ളൂ, സാധാരണ തട്ടുദോശ പോലെ. പക്ഷെ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള കടയാണ്. അതാണ് ഞാനിങ്ങനെ നോക്കിയത്. നല്ല തിരക്ക്, ഇച്ചിരി നേരം കൂടെ കിട്ടും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ 11:30 കഴിഞ്ഞു കേട്ടോ. ഓ, ചുമ്മാതല്ല. കടയുണ്ടോ? എന്താ വേടാ? ആണോ? വാഴക്ക ബജി, പരിപ്പ് ഉഴുന്നുവട. വാഴക്ക ബജി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ, പ്രത്യേകിച്ച് നാഗർകോവിൽ, ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെല്ലാം തന്നെ എല്ലായിടത്തും കിട്ടുന്ന ഈ ഉച്ചയ്ക്ക് 11:30 മണിക്ക് വന്നാൽ ദോശ കിട്ടുന്ന അതേ കടകളുണ്ടാവുന്നത്. മീൽസ് റെഡിയായോ? മീൽസ് റെഡിയാ? ആയിട്ടില്ല, ഇനി ഒരു അരമണിക്കൂർ കൂടെ കഴിയും. 12:30 അപ്പോൾ മീൽസ് എല്ലാം നമ്മൾ രണ്ടിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ദോശ കൊണ്ട് തൃപ്തിപ്പെടാം. ഇതാ കൊണ്ട് വന്നിരിക്കുന്നു. ഇത് ബജി,
പഴക്കാവരി, ഉഴുന്ന് വട, ദോശ, നല്ല ഫ്ലഫി ഹോട്ട് ദോശ. നല്ല ദോശ കേട്ടോ, നല്ല തട്ട് ദോശ. സാമ്പാർ ചമ്മന്തിയാണ് കോമ്പോ. ഇത് ഈ ചമ്മന്തി നല്ല ചമ്മന്തി, സ്പൈസി, ഗുഡ്. പൊടിയില്ല അല്ലേ? സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, ഉച്ച സമയത്ത് വന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും. സാമ്പാറുണ്ട്, കണ്ടിട്ട് അത്ര സാമ്പാർ കുറച്ച് ലൂസ് ടൈപ്പാണ്. പെട്ടെന്ന് തന്നെ കഴിച്ച് തീർത്തിട്ട് എത്രയും പെട്ടെന്ന് നാഗർകോവിലിൽ നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫ്രഷായി ഇറങ്ങാം. നേരെ കന്യാകുമാരിയിലേക്ക്. ഇവിടെ അടുത്ത കേട്ടോ കന്യാകുമാരി. അവിടുത്തെ വിശേഷം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. റോഡ് സൈഡിലാണ്, നടുക്കൊരു തോടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും കന്യാകുമാരിയിലേക്കുള്ള റൂട്ടാണ്. നമ്മൾ കുറച്ചും കൂടെ കയറിയതാണ്. ഇത് തിരിച്ച് നമ്മൾ നാഗർകോവിലേക്ക് പോവുകയാണ്. ആ ഭാഗത്താണ് നമ്മൾ കഴിച്ച കട. ചെറിയ കടയാണ്. നമ്മൾ കഴിച്ച ഹോട്ടലിൻ്റെ ആ ഭാഗത്ത് നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ചിപ്സ് വറുത്തുകൊണ്ടിരിക്കണം ഫ്രഷ്. ഹലോ ഹലോ, ഇത് കപ്പ മരിച്ചീനി ചിപ്സാണ്. ഫ്രഷായിട്ട് ചൂടായിട്ട് വറുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് കൊള്ളാം. ആൾക്കാർ ഇങ്ങനെ കാറ് നിർത്തിയാണ് എല്ലാവരും വാങ്ങുന്നത്. 250 അപ്പോൾ ഒരു 1/4 കിലോ എടുക്കൂ. എന്താ വില 1/4 കിലോ? 75 ആണ് 1/4 കിലോ. പൊടി ഇടണ്ട കേട്ടോ, മുളക് പൊടിയൊക്കെ ഇട്ട് തരും. അല്ലെങ്കിൽ ഇത് ഉപ്പിട്ടതാണല്ലോ അല്ലേ? ഉപ്പില്ലേ? അപ്പോൾ ഉപ്പ് വേണം. ഓ, എന്നാൽ പിന്നെ ഇട്ടോളൂ. ഓക്കെ, ഇതിവിടെയാണ് വറുത്ത് തകർക്കുന്നത്. നന്നായിട്ട് വറുക്കുന്നുണ്ട്. നല്ല ഹോട്ട്. ചുമ്മാ കാറിലിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ